എല്ലാവർക്കും വന്നു കാണുമായിരിക്കും മിക്കവാറും ഇങ്ങനൊരു മെയിൽ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ നമുക്ക് യൂട്യൂബിൽ കുറച്ച് പോളിസികളുണ്ട്. അതായത് ഓരോ പ്രാവശ്യം അവരിങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമൊക്കെ ഉള്ള സമയത്ത് യൂട്യൂബിൽ കണ്ട എല്ലാം വലിച്ചു വാരിയിടുന്നൊരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ആ നിയമമൊക്കെ പരിഷ്കരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരാളുടെ വീഡിയോ അതേപടി പകർത്തിയിടുക, അല്ലെങ്കിൽ സൗണ്ട് മാറ്റിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇടണമെന്ന് യൂട്യൂബ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വീഡിയോയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുമ്പം സ്വാഭാവികമായിട്ട് യൂട്യൂബിന് അത് മനസ്സിലാവും അതൊരു റോങ് ആണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. അതായത് ഒരേ തരത്തിലുള്ള വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസ് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഒരു ക്വാർട്ടറിലായിട്ട് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. നമ്മുടെ മോണിറ്റൈസേഷന്, വരുമാനം, ഇൻകം കിട്ടുന്നതിന് അതിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഞാനിത് ആദ്യമൊന്നും ഞെട്ടിപ്പോൾ എന്താണെന്ന് സംഭവിക്കും. പിന്നെ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പുതിയ പുതിയ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ്. മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ അതേവഴി പകർത്താതെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതേവഴി പകർത്താതെ സ്വന്തം കഴിവിനെ ഉയർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല.